2024 LDC ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണവുമായ ഉച്ചമർദ്ദ മേഖലയാണ് മാസ്കരൈൻ ഹൈ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ ഇന്ത്യൻ നദികളെ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം. താഴെ തന്നിരിക്കുന്ന ഹിമാലയൻ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്ന് വെച്ചാൽ ഇവയൊന്നുമല്ല. അപ്പം ഹിമാലയവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ്? വലനം കാരണം രൂപീകരിക്കപ്പെട്ട പർവ്വതനിര, താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര, സംയോജക സീമയെ രൂപം കൊണ്ടത്. അടുത്തത്, സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് CS മീനാക്ഷി. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യയുടെ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് CS മീനാക്ഷി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഡോക്ടർ എ സ്വാമിനാഥൻ ഇന്ത്യ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇന്ത്യ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. WTO നിലവിൽ വന്ന വർഷം 1995. ലോകബാങ്കിൻ്റെ മറ്റൊരു പേര് IBRD. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കാൻ ഉണ്ടായ കാരണങ്ങളെന്ന് വെച്ചാൽ ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ വില വർധനവ്. എന്തൊക്കെയാണ് 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാനുണ്ടായ കാരണങ്ങൾ? ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. 2022-23 നിലവിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. അപ്പം ഒന്നും കൂടെ, തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തെ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമായ ഉച്ചമർദ്ദ മേഖലയാണ് മാസ്കരൈൻ ഹൈ. ഉപദ്വീപീയ ഇന്ത്യൻ നദികളെ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം പശ്ചിമഘട്ടം.